ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഡിസോൾവ് ഫെയ്ഡ് ട്രാൻസിഷൻസ് ആണ്. നമുക്ക് പ്രീമിയർ പ്രോയിലുള്ള ഇഫക്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഈ ട്രാൻസിഷൻസ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ സ്ലൈഡ് ഷോസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും എല്ലാം യൂസ് ചെയ്യാം. ഓക്കെ, എങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോക്കാം. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒപ്പാസിറ്റി ഉപയോഗിച്ച് ഫെയ്ഡ് ട്രാൻസിഷൻ ആണ്. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ക്ലിപ്പ് സെക്കൻഡ് ട്രാക്കിലേക്ക് കൊണ്ടുവെക്കാം. എന്നിട്ട് എവിടെ നിന്നാണ് നമുക്ക് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് നമ്മുടെ സെക്കൻഡ് ക്ലിപ്പ് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്ലിപ്പിൽ ഒപ്പോസിറ്റിയിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യണം. 100 ആയിരിക്കണം വാല്യൂ. എന്നിട്ട് എൻഡിങ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ 0 കൊടുക്കാം. ഓക്കെ, നമുക്കിത് ഈസ് ഇന്നും ഈസ് ഔട്ടും ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ആൻഡ് രണ്ടാമത്തെ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രീമിയറിൽ തന്നെ ഡിഫോൾട്ടായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ ട്രാൻസിഷനാണ്. പ്രീമിയർ പ്രോയിലും നമുക്ക് ഡിഫോൾട്ടായിട്ട് കുറച്ച് ഡിസോൾവ് ട്രാൻസിഷൻസ് അവൈലബിൾ ആണ്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് വീഡിയോ ട്രാൻസിഷൻ ഓപ്പൺ ചെയ്തിട്ട് ഡിസോൾവ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ക്രോസ് ഡിസോൾവ് കാണാം. അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് വീഡിയോയിൽ കൊണ്ടിടാം. ആൻഡ് സിമ്പിളായിട്ടൊരു ഫെയ്ഡ് ട്രാൻസിഷൻ നമുക്കിത് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. മൂന്നാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൂമ ഫെയ്ഡ് ട്രാൻസിഷനാണ്. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ക്ലിപ്പ് സെക്കൻഡ് ട്രാക്കിലേക്ക് എടുത്തു വെക്കാം. എന്നിട്ട് എവിടെ നിന്നാണ് എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്ത ക്ലിപ്പിൻ്റെ താഴെ കൊണ്ട് സെക്കൻഡ് വീഡിയോ വെക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്ലിപ്പിലേക്ക് ഗ്രേഡിയൻറ്റ് വൈപ്പ് ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇഫക്റ്റ് കൺട്രോൾസ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രാൻസിഷൻ, കംപ്ലീഷൻ ആൻഡ് സോഫ്റ്റ്നെസ് ഈ രണ്ട് വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇതുപയോഗിച്ചാണ് നമ്മൾ ലൂമ ഫെയ്ഡ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ട്രാൻസിഷൻ, കംപ്ലീഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഫെയ്ഡ് ആയി പോകുന്നതാണ്. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ വാല്യൂ ഒരു 50% കൊടുക്കുവാണ്. ഇനി ഞാൻ ഇവിടെ സോഫ്റ്റ്നെസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പം നമ്മുടെ ട്രാൻസിഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആകുന്നതാണ്. ഓക്കെ, സോ ഈ രണ്ട് വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഡിസോൾവ് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് കംപ്ലീഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ആൻഡ് എൻഡിലേക്ക് പോയിട്ട് അതിൻ്റെ വാല്യൂ 100 കൊടുക്കാം. കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഈസ് ഇന്നും ഈസ് ഔട്ടും ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇവിടെ നമ്മൾ വീഡിയോയിലേക്ക് നോക്കുമ്പോൾ അറിയാം ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള പോർഷനാണ് ആദ്യം ഫെയ്ഡായി പോകുന്നത്. ആൻഡ് പിന്നീടാണ് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള പോർഷൻ ഫെയ്ഡായി പോകുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻവേർട്ട് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ആദ്യം ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള പോർഷൻ ഫെയ്ഡായി പോകും. അതിനുശേഷം മാത്രമേ ഡാർക്കസ്റ്റ് ആയിട്ടുള്ള പോർഷൻ ഫെയ്ഡായി പോകത്തുള്ളൂ. നാലാമത്തെ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തപോലെ തന്നെ ഫസ്റ്റ് വീഡിയോ V2 ട്രാക്കിലേക്ക് കൊണ്ടുവെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സെക്കൻഡ് വീഡിയോ ആ ക്ലിപ്പിൻ്റെ താഴെ കൊണ്ടുവെക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത ക്ലിപ്പിലേക്ക് ഡിഫറൻസ് മാറ്റ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡിഫറൻസ് മാറ്റ് എഫക്റ്റ് ആഡ് ചെയ്തപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആയിട്ടുണ്ട്. നമ്മളിവിടെ ഡിഫറൻസ് മാറ്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം. അതിനുവേണ്ടി ആദ്യം ഡിഫറൻസ് ലെയർ V2 മാറ്റി V1 കൊടുക്കാം. നമ്മൾ കുറച്ച് മുമ്പ് ഗ്രേഡിയൻ വൈപ്പിൽ ട്രാൻസിഷൻ, കംപ്ലീഷൻ കീ ഫ്രെയിം ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ മാച്ചിങ് ടോളറൻസ് ആണ് കീ ഫ്രെയിം ചെയ്യുന്നത്. നമ്മൾ മാച്ചിങ് ടോളറൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഫെയ്ഡ് ആയി പോകുന്നതാണ്. ആൻഡ് ഇവിടെ നമുക്ക് സോഫ്റ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലർ ബിഫോർ ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് കുറച്ചുകൂടെ ബ്ലർ ആകുന്ന കാണാം, അല്ലെങ്കിൽ സോഫ്റ്റ് ആകുന്ന കാണാം. ഈ വാല്യൂസ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസോൾവ് ഫെയ്ഡ് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് ടോളറൻസിൻ്റെ വാല്യൂ 0 കൊടുക്കാം. എന്നിട്ട് ഈ കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ 100 കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, ഇനി നമുക്ക് സോഫ്റ്റ്നെസ് കൂടെ ഒന്ന് കീ ഫ്രെയിം ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ആൻഡ് കുറച്ച് മുമ്പോട്ട് പോയിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ 100 കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ട്രാൻസിഷൻ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഫൈനലായിട്ട് ബ്ലർ ബിഫോർ ഡിഫറൻസിൻ്റെ വാല്യൂ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അവസാനത്തെ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് വീഡിയോ V2 ട്രാക്കിലേക്ക് കൊണ്ടുവെക്കാം. എന്നിട്ട് ആവശ്യമുള്ള പോർഷൻ കട്ട് ചെയ്യാം. അവിടേക്ക് നമ്മുടെ സെക്കൻഡ് വീഡിയോ ഡ്രാഗ് ചെയ്തുകൊണ്ടിടാം. ഇനി നമുക്കൊരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി പ്രൊജക്റ്റിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക്, ന്യൂ ഐറ്റം, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ. അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് വീഡിയോയുടെ മുകളിലേക്ക് കൊണ്ടിടാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത പോർഷനെ മാത്രം മതി. ഇനി നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് ഫ്രാക്റ്റൽ നോയ്സ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു എഫക്റ്റ് നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കുറച്ച് ബ്ലാക്ക് പോർഷനും വൈറ്റ് പോർഷനും കാണാം. ഇത് ഉപയോഗിച്ച് നമ്മൾ ആക്ച്വലി ഒരു വീഡിയോ മാറ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇവിടെ ബ്ലാക്ക് ഏരിയ അല്ലെങ്കിൽ വൈറ്റ് ഏരിയ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ആൽഫ മാറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്ലാക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ആൻഡ് ലൂമ മാറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇഫക്റ്റ് കൺട്രോൾസ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഫ്രാക്റ്റൽ നോയ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഡിസോൾവിലെല്ലാം നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ വരുത്താൻ പറ്റത്തുള്ളായിരുന്നു.
ബട്ട് ഇവിടെ ഫ്രാക്റ്റൽ നോയ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ VR പ്രോപ്പർട്ടീസ് അൺചെക്ക് ചെയ്തിട്ട് മോണോസ്കോപ്പിക്ക് മാറ്റിയിട്ട് സ്റ്റീരിയോസ്കോപ്പിക്ക് കൊടുക്കാം. അതുപോലെ ഫീൽഡ് ഓഫ് വ്യൂ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആൻഡ് ഇവിടെ ഫ്രാക്റ്റൽ ടൈപ്പ് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് കീ ഫ്രെയിം ചെയ്ത് കൊടുക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. സോ ബ്രൈറ്റ്നസ്സിൽ നമുക്ക് -100 സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ആൻഡ് എൻഡിലേക്ക് പ്ലേ ഹെഡ് കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ 100 കൊടുക്കാം. സോ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ മാറ്റിൻ്റെ കളർ ബ്ലാക്ക് ആയിരിക്കും. ആൻഡ് ഇങ്ങനെ വന്ന് എൻഡിലേക്ക് ആകുമ്പോൾ തന്നെ നമ്മുടെ കളർ മാറ്റിൻ്റെ വാല്യൂ വൈറ്റ് ആവും. ആൻഡ് ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഡിസോൾവ് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇത് ഇൻവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻവേർട്ട് ചെയ്യാം. ആൻഡ് ഇവിടെ കോംപ്ലക്സിറ്റി, ഇവല്യൂഷൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത മാറ്റ് ഇവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുവാണ്. ഇതിന് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഫ്രെയിമിലേക്ക് വന്നിട്ട് റാൻഡം സീഡിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. സോ നമുക്കിങ്ങനെ ചെറിയൊരു മൂവ്മെൻറ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ തൽക്കാലം ഇത് ഓഫ് ചെയ്യുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഇഫക്റ്റിലേക്ക് പോയിട്ട് നമുക്ക് ട്രാക്ക് മാറ്റ് കീ ഇഫക്റ്റ് വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇഫക്റ്റ് കൺട്രോൾസിൽ ട്രാക്ക് മാറ്റ് കീ മാറ്റ് നൺ മാറ്റി വീഡിയോ 3 കൊടുക്കാം. സോ വീഡിയോ 3ലാണ്, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലാണ് നമ്മൾ ട്രാക്ക് മാറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കോമ്പോസിറ്റിംഗ് യൂസിങ് മാറ്റ് ആൽഫ മാറ്റി മാറ്റ് ലൂമ കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ സെക്കൻഡ് വീഡിയോ ആദ്യം വിസിബിൾ ആവും, അത് കഴിഞ്ഞാണ് ഡിസോൾവ് ട്രാൻസിഷൻ വർക്ക് ആവുന്നത്. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് റിവേഴ്സ് ഓൺ ആക്കി കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസോൾവ് അല്ലെങ്കിൽ ഫെയ്ഡ് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഫസ്റ്റ് നമ്മൾ ഒപ്പോസിറ്റ് ഉപയോഗിച്ച് ബേസിക് ആയിട്ടുള്ള ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഡിഫോൾട്ട് ആയിട്ടുള്ള ട്രാൻസിഷൻ നോക്കി. പിന്നീട് ലൂമ ഫെയ്ഡ് ക്രിയേറ്റ് ചെയ്തു, ഡിസോൾവ് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ഫ്രാക്റ്റൽ നോയ്സ് എഫക്റ്റ് ഉപയോഗിച്ച് ഒരു മാറ്റ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് അതിലുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മൾ ഡിഫോൾട്ട് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.